ഓം ശാന്തി. 18/1/2015 स्मृति दिवस पर कोई ना कोई विशेषता स्वयं में धारण कर कमियों को समाप्त करना। भारत में भारत का पिता गुप्त वेश में आ गया है। इस आवाज़ को चारों ओर स्पष्ट फैलाना है. ബാബ പറഞ്ഞത്, സ്മൃതി ദിവസത്തിൽ എന്തെങ്കിലും വിശേഷത സ്വയത്തിൽ ധാരണ ചെയ്ത് കുറവുകളെ സമാപ്തമാക്കണം. ഭാരതത്തിൽ ഭാരതത്തിൻ്റെ പിതാവ് ഗുപ്തമായ വേഷത്തിൽ വന്നു കഴിഞ്ഞു. ഈ ശബ്ദത്തെ ചാരോ ഓർ 4 വശത്തും സ്പഷ്ടമാക്കി പരത്തണം, എല്ലാവിടെയും സ്പഷ്ടമാക്കി കൊടുക്കണമെന്ന് ബാബ പറയുന്നത്. സബി ചൈതന്യ ദീപകോം കു മുബാരക് ഹോ. എല്ലാ ചൈതന്യ ദീപങ്ങൾക്കും ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ഹർ ഏക് ചൈതന്യ ദീപക്, ഓരോ ചൈതന്യ ദീപങ്ങളും അപ്നി അപ്നി ചമക് സേ, അവരവരുടേതായ രീതിയിൽ തിളങ്ങിക്കൊണ്ട് വിശ്വത്തെ തിളക്കിക്കൊണ്ടിരിക്കുകയാണ്, തിളക്കമുള്ളതാക്കി കൊണ്ടിരിക്കുകയാണ്. ഏക് ഏക് ചൈതന്യ ദീപക്, ഓരോരോ ചൈതന്യ ദീപങ്ങളും എത്ര എത്ര നല്ല രീതിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ए देखकर बाप दादा एक एक दीपक को देख खुश हो रहा है. ഇത് കണ്ടിട്ട് ബാപ് ദാദ ഓരോരോ ദീപത്തിനെയും കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. വാഹാ ദീപകവും വാഹാ, ആഹാ ദീപങ്ങളെ ആഹാ. സച്ചി ദീപാവലി അഗർ ദേഖ്നി ഹേ തോ, സത്യമായ ദീപാവലി കാണണമെങ്കിൽ तो इन चैतन्य दीपकों को बीच में देख सकते हैं. ഈ ചൈതന്യ ദീപങ്ങളുടെ മധ്യത്തിൽ കാണാൻ സാധിക്കും. ബാബ് ദാദാ ബി, അതായത് ആത്മാവ് ഭൃഗുടി മധ്യത്തിൽ ഇരിക്കുന്നതായിട്ട് ബാബ പറയണം. ലോകത്തിലെ മനുഷ്യർ ദീപാവലിയൊക്കെ ആഘോഷിക്കുമ്പോൾ ദീപങ്ങളാണ് കൊളുത്തി വയ്ക്കുന്നത്. ഇവിടെ ബാബ ദീപങ്ങളെ കൊളുത്തി വയ്ക്കാനായിട്ട് പറയുന്നത് എന്തിനാണ്? ആത്മദീപത്തെ തെളിയിക്കാനാണ്. അതുകൊണ്ട് സത്യമായ ദീപാവലി കാണണമെങ്കിൽ ആത്മാവിൻ്റെ ഭൃഗുടി മധ്യത്തിൽ നോക്കണം. ബാബ് ദാദാ ബി ഏക് ഏക് ദീപകോ ദേഖു ഷോ രഹാ ഹൈ. ബാബ് ദാദയും ഓരോരോ ആത്മദീപങ്ങളെ കണ്ട് സന്തോഷിക്കുകയാണ്. വാഹാ ഏക് ഏക് ദീപക് വാഹാ, ആഹാ ഓരോരോ ദീപങ്ങളും ആഹാ. ക്യോങ്കി ആപ് ഏക് ഏക് ദീപക് ബാപ് കെ അതി ലാഡ്ലെ ഹോ. കാരണം നിങ്ങൾ ഓരോരോ ദീപങ്ങളും ബാബയുടെ അതിയായ ഓമനകളാണ്. ഇത്തനെ ബഡി വിശ്വമേ സേ ആപ് സിക്കിലെ ദീപകോം കോ ബാപ് ദേഖു ഷോ രഹാ ഹൈ. ഇത്രയും വലിയ വിശ്വത്തിൽ നിങ്ങൾ ഇത്രയും വലിയ ലോകത്തിൽ ബാബ നമ്മളെയാണ് കാണുന്നത്. അതായത് സിക്കിലതകളായ ദീപങ്ങളെ വളരെ കാലം വേർപെട്ട് തിരികെ കിട്ടിയ ആത്മദീപങ്ങളെ കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിൽ മേ ഗീത് ഗാ രഹേ ഹേ, മനസ്സിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഹരേക് ദീപക് പരമാത്മാ പ്യാരെ ഔർ ദിൽ മേ സമാനെ വാലാ ഹെ. ഓരോരോ ദീപങ്ങളും പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്നവരാണ്. സച്ചി ദീപമാല തോ ബാപ് സന്മുഖ് ദേഖ് രഹേ ഹെ. സത്യമായ ദീപമാല ബാബ സന്മുഖത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏക് ഏക് ദീപക് കെ ലിയേ വാഹാ വാഹാ കെ ഗീത് ഗാ രഹേ ഹെ. ഓരോരോ ദീപത്തിന് വേണ്ടിയും ബാബ ഓരോരോ ദീപത്തെക്കുറിച്ചും ആഹാ ആഹാ എന്നുള്ള പാട്ട് ഹൃദയത്തിൽ നിന്നും പാടിക്കൊണ്ടിരിക്കുകയാണ്.
हर एक दीपक की अपनी अपनी विशेषता बाप भी देख रहे हैं. ഓരോരോ ദീപത്തിൻ്റെയും ഓരോരോ ദീപത്തിനും അവരവരുടേതായിട്ടുള്ള വിശേഷതകളുണ്ട്. അതും ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. और आप सभी तो देखते ही रहता है. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. आप दीपकों द्वारा विश्व चमक रहा है. നിങ്ങൾ ആത്മദീപങ്ങളിലൂടെ ഈ ലോകം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. और हर एक दीपक अपनी रोशनी से विश्व को रोशन बना रहे हैं. ഓരോരോ ദീപങ്ങളും തൻ്റെ പ്രകാശത്തിലൂടെ വിശ്വത്തെ പ്രകാശപൂരിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ റിസൾട്ട് കോ ദേഖ് ഖുഷ് ഹോയ്. ബാബ്ദാദ റിസൾട്ട് കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. कि हर एक दीपक अपनी रोशनी से चारों ओर चमकाना एक कार्य बहुत अच्छा दिल से कर रही है. ഓരോരോ ദീപങ്ങളും തൻ്റെ പ്രകാശത്തിലൂടെ നാലുപാടും തിളക്കമുള്ളതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം വളരെ നല്ല രീതിയിൽ ദിൽസെ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. अभी इस दिव्य रोशनी को देख दुनिया वालों को भी नजर में आ रहा है. ഇപ്പോൾ ഈ ദിവ്യമായ പ്രകാശത്തെ കണ്ട് ദുനിയ വാലോങ്കി ബി ലോകത്തിലുള്ളവർക്ക് പോലും അവർക്കും ദൃശ്യം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നസർ ആ രഹാ ഹെ कि विश्व में ये अलौकिक रोशनी कहाँ से आई है. അവരും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈ അലൗകികമായ പ്രകാശം എവിടെ നിന്നാണ് വരുന്നത്. സബ്കി നസർ ആപ് സബ്കി തറഫ് ജാ രഹേ ഹെ. എല്ലാവരുടെ ദൃഷ്ടിയും നിങ്ങളിലേക്കാണ് പതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. आज स्मृति दिवस पर बाप दादा आप स्मृति के दीपकों को देख हर्षित हो रहा है. ഇന്ന് സ്മൃതി ദിവസത്തിൽ ബാബ്ദാദ താങ്കൾ സ്മൃതിയുടെ ദീപങ്ങളെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിത്തന ഏക് ഏക് ദീപക് അപ്നെ ജലക് ദിക്കാ രഹി ഹെ. എത്ര ഓരോരോ ദീപങ്ങളും തൻ്റെ തിളക്കത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ജിസേ വിശ്വപരിവർത്തൻ ഹോ രഹാ ഹെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തിളക്കത്തിലൂടെ ഈ വിശ്വത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളം ആത്മദീപം തെളിഞ്ഞു വരുന്നു അതിനനുസരിച്ച് പരിവർത്തനം നമ്മളിൽ നടക്കുന്നു. അതിലൂടെ വിശ്വവും പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ധകാർ ബദലി രോഷനിമേ ആ രഹാ ഹെ. അന്ധകാരം പരിവർത്തനപ്പെട്ട് പ്രകാശം വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അർത്ഥം എന്താണ്? ബ്രാഹ്മണരുടെ ജന്മം എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ബ്രാഹ്മണാത്മാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അർത്ഥം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ വിശ്വത്തിൽ പ്രകാശവും പരന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മബോധം എല്ലാവർക്കും കിട്ടുക. അർത്ഥം പ്രകാശം ഈ ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. കാരണം ആത്മാക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, ദേവതകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിനനുസരിച്ച്, ബ്രാഹ്മണരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് കലിയുഗത്തിൻ്റെ സമാപ്തി ആയി എന്നർത്ഥം. और अभी दिल में सभी आत्माओं को ये संकल्प है. ഇപ്പോൾ മനസ്സിൽ എല്ലാ ആത്മാക്കൾക്കും ഈ സങ്കല്പമാണ് ഉള്ളത്. കഹാം സേ റോഷ്നി ആ രഹി ഹെ. എവിടെ നിന്നോ പ്രകാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ധീരെ ധീരെ ഇസ് റോഷ്നി കോ ദേഖ് വ ആപ് ദീപകോं को देख खुश भी बहुत हो रहे हैं. പതുക്കെ പതുക്കെ ഈ പ്രകാശത്തെ കണ്ട് താങ്കൾ ദീപങ്ങളെ കണ്ട് സന്തോഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഏ റോഷ്നി ചാരോ ഔർ ഫൈലാനാ ഹി ഹെ. ഈ പ്രകാശം നാലുപാടും പരത്തുക തന്നെ വേണം. നാലുപാടും പരത്തുക തന്നെ വേണം. ആത്മാക്കളുടെ ആത്മദീപത്തെ നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ഇതാണ് ബാബ പറയുന്നത്. അച്ഛ, ഈ 18/1/15 മുരളി ഇത്രയേ ഉള്ളൂ. അതിനാൽ അടുത്ത വർഷത്തെ മുരളി 18/1/16 മുരളി വായിക്കാം. രുചി സെ പഠായി പഠ്നെ വാലെ. മഹാവാക്യത്തിൻ്റെ ഹെഡിങ് രുചി സെ പഠായി പഠ്നെ വാലെ സ്റ്റുഡൻറ്റ് കബി കിസി സബ്ജക്റ്റ് में फेल नहीं हो सकता. ഫെയിൽ ഹോന മാന ഫീൽ കർണ. വളരെ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുന്ന കുട്ടികൾ
കബി വിദ്യാർത്ഥികൾ ഒരിക്കലും ഏത് സബ്ജക്റ്റിലും ഫെയിൽ ആകില്ല. ഫെയിൽ ആകുക അർത്ഥം ഫീൽ കർണ. ഫെയിൽ ആകുക എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഓം ശാന്തി. सभी ने बाप दादा द्वारा पहले तो दृष्टि प्राप्त की है. എല്ലാവരും ബാപ്ദാദയിലൂടെ ആദ്യം ദൃഷ്ടി നേടി. भले देखा तो आपने इन स्थूल नेत्रों द्वारा, लेकिन इन नेत्रों में भी बाप की दृष्टि पड़ने से ये दृष्टि भी परिवर्तन हो जाता है. भले देखा तो अपने इन स्थूल नेत्र द्वारा, നിങ്ങൾ ഈ സ്ഥൂലമായ കണ്ണുകളിലൂടെ കാണുന്നുണ്ടെങ്കിലും ഈ നേത്രോं में भी बाप की दृष्टि पड़ने से दृष्टि भी परिवर्तन हो जाता है. ബാബയുടെ ദൃഷ്ടി പെടുന്നതിലൂടെ ദൃഷ്ടി പോലും പരിവർത്തനപ്പെടും. സഭി കോ സാരി സഭ മേ കോൺ ദിഖായി ദേത്താ ഹൈ. ബാബ ചോദിക്കുകയാണ്, എല്ലാവർക്കും ഈ സഭയിൽ ആരെയാണ് കാണാൻ സാധിക്കുന്നത്? സഭി നമ്പർവാർ ബ്രാഹ്മൺ ദിഖായി ദേത്താ ഹൈ. ഈ സഭയിൽ എല്ലാവരും നമ്പർ വൈസ് ആയിട്ടുള്ള ബ്രാഹ്മണരെയാണ് കാണുന്നത്. തോടാ ബഹത്ത് ബീച്ച് ബീച്ച് മേ മിക്സ് ഹോത്താ ഹൈ, ലേക്കിൻ സഭി കെ ബുദ്ധി മേ ബാപ്ദാദാ ഹി ഹൈ. എല്ലാവരും പല തരത്തിലുള്ള നമ്പർ വൈസ് പുരുഷാർത്ഥികളാണ്. എന്നാലും എല്ലാവരുടെ ബുദ്ധിയിലും ബാപ്ദാദ മാത്രമാണുള്ളത്. വലിയ സഭയിൽ ബാപ്ദാദ മാത്രമാണ് ഉള്ളത്. हर एक यही सोचता है हमारा बाबा आ गया. ഗുൽസാർ ദാദിയുടെ ശരീരത്തിലേക്ക് ശിവബാബ വന്നു. അപ്പോൾ എല്ലാവരും എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ അച്ഛൻ വന്നു കഴിഞ്ഞു. സബീക്ക് ബുദ്ധിമേ മേരാ ബാബ ആ ഗയാ. എല്ലാവരുടെ ബുദ്ധിയിലും എന്താ ഉള്ളത്? എൻ്റെ ബാബ വന്നു കഴിഞ്ഞു. हर एक के नयनों में यही खुशी की झलक समा गई है. ഓരോരുത്തരുടെ കണ്ണുകളിലും ഈ സന്തോഷത്തിൻ്റെ തിളക്കം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞു. സബികെ നയനോ മേ കോൻ ഹേ. എല്ലാവരുടെ കണ്ണുകളിലും ആരാണുള്ളത്? എൻ്റെ ബാബ വന്നു കഴിഞ്ഞു. ബാബയും ബച്ചോं को उसी रूप में देखते हैं. ബാബയും കുട്ടികളെ ആ രൂപത്തിലാണ് കാണുന്നത്. മേരെ ബച്ചേ भी उसी रूप से देख रही है मेरा बाबा. ബാബ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. മക്കളും അച്ഛനെ കാണുന്നത് എങ്ങനെയാണ്? എൻ്റെ ബാബ. നയനോ മേ ബി ബാബ ദിഖായി ദേത്താ ഹൈ. കണ്ണുകളിലും ബാബയെയാണ് കാണാൻ സാധിക്കുന്നത്. ബുദ്ധിയിലും ബാബയാണ് കാണപ്പെടുന്നത്. ബാബ കുട്ടികൾ ബുദ്ധി കൊണ്ട് ബാബയെ മനസ്സിലാക്കി. അപ്പോൾ ബുദ്ധിയിലുണ്ട്, കണ്ണിലുമുണ്ട്. ബാബ വന്നു കഴിഞ്ഞു. इसलिए आप सबकी आंखों में प्यारा बाबा, मीठा बाबा, मेरा बाबा समा गया है. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ എൻ്റെ ബാബ, പ്രിയപ്പെട്ട ബാബ, മധുരമായ ബാബ ഇതാണ് ഉള്ളത് കുട്ടികളുടെ കണ്ണുകളിൽ. ബാബാ भी बच्चों को उसी रूप में देखते. मेरे बच्चे और बच्चे भी उसी रूप से देख रहे हैं मेरा बाबा. ബാബയും കുട്ടികളെ ആ രൂപത്തിലാണ് കാണുന്നത്. എൻ്റെ കുട്ടികളെ, കുട്ടികളും ആ രൂപത്തിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബാബ. സബി കെ ദിൽ മേ ക്യാ ദിഖായി ദേ രഹാ ഹൈ. എല്ലാവരുടെ ഹൃദയത്തിലും എന്താണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ബാബ വന്നു കഴിഞ്ഞു. എൻ്റെ ബാബ എന്ന് പറയുന്നതിലൂടെ എത്ര സന്തോഷമാണ് ഉണ്ടാകുന്നത്. എൻ്റെ ബാബ ഭലേ കിത്തനെ ബി കഹേ ഹേ ലണ്ടൻ കെ ഹേ ഏ ഇന്ത്യ കാ ഹേ. ഇനി ആര് തന്നെ അവരെക്കുറിച്ച് പറഞ്ഞോട്ടെ, ഇവർ ലണ്ടനിലെയാണ്, ഇവർ ഇന്ത്യയുടേതാണ്, ആരാണെങ്കിലും ശരി. കിത്തന ബി കഹേ ലേക്കിൻ സബ്സെ പെഹലെ ക്യാ ആത്താ ഹേ. ആര് എവിടെയുള്ളവരാണെങ്കിലും എല്ലാവരുടെ വായിലും ആദ്യം വരുന്നത് എന്താണ്?
എൻ്റെ ബാബ വന്നു കഴിഞ്ഞു. ബാബ ഔർ ബച്ചേ കാ മിലൻ ഹോ രഹാ ഹൈ. ബാബയുടെയും കുട്ടികളുടെയും കൂടിക്കാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയും വിചിത്രമായ കൂടിക്കാഴ്ചയാണ്. സ്ഥൂൽ മേ കോയി കിസ് ഏജ് കാ കോയി കിസ് ഏജ് കാ ഹെ. സ്ഥൂലത്തിൽ ഓരോരുത്തരും പല വയസ്സുള്ളവരാണ്. ലേക്കിൻ കോൻ ഹെ, എന്നാൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ തോ ഷോർട്ട് മേ കഹെങ്കി, അപ്പോൾ പെട്ടെന്ന് ഷോർട്ടിൽ പറയും ബാബ് ഔർ ബച്ചേ ബൈഠാ. അച്ഛനും കുട്ടികളും ഇരിക്കുന്നെന്ന് പറയാം. ഇനി ചിലർക്ക് 100 വയസ്സായിട്ടുണ്ടാവാം, ചിലർക്ക് 125 150 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരിക്കാം. എന്നാൽ പോലും എന്താ എല്ലാവരും പറയുക, അങ്ങനെയുള്ളവരും പോലും 100 125 150 പ്രായമായിട്ടുള്ളവർ പോലും എന്താ പറയാ, സബ് ബാബ കെ ബച്ചേ ബൈഠേ ഹെ. ബാബയുടെ കുട്ടികളാണ് ഇരിക്കുന്നത്, എല്ലാവരും ബാബയുടെ മക്കളാണ്. जब यहाँ बैठते हैं तो आके तो परिचय क्या देंगे, भले किसी भी रूप में आए हो, लेकिन यहाँ आने से किस रूप में बैठते हो. ഇനി ആരുടെ ഏതൊക്കെ പൊസിഷനിലുള്ളവരായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളുള്ളവരായിക്കോട്ടെ, പക്ഷേ മധുബനിൽ വന്നു ബാബയുടെ മുന്നിൽ ഇരുന്നാൽ, അല്ലെങ്കിൽ മുരളി ക്ലാസ് ഇരിക്കുമ്പോൾ എല്ലാവരും ഏത് രൂപത്തിലാണ്? സ്റ്റുഡൻറ്റിൻ്റെ രൂപത്തിൽ. ബാബാക്ക് ആകെ സ്റ്റുഡൻറ്റ് കെ രൂപമേ ബൈഠത്തെ ഹെ. ബാബയുടെ മുന്നിൽ വിദ്യാർത്ഥിയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. और बाबा के बच्चे पूरे वर्ल्ड के चारों तरफ का कोई ना कोई आए हुए हैं. ബാബയുടെ കുട്ടികളും പൂർണ്ണമായും ഈ ലോകത്തിൽ ചാരോ തറഫ് കെ 4 ഭാഗത്തു നിന്നും കുട്ടികൾ ഈ മുഴുവൻ ലോകത്തിൽ നിന്നും വന്നിട്ടുണ്ട് ബാബയുടെ അടുത്തേക്ക്. ഭലെ കോയി കിസ് ദേശിക്കേ ഹെ. ഓരോരുത്തരും ഓരോരോ ഏതെങ്കിലുമൊക്കെ ദേശത്തിലുള്ളവരായിക്കോട്ടെ. ലേക്കിൻ യഹാം ബൈഠേ ഹുയെ ക്യാ ഫീൽ കർ രഹേ ഹോ. ഇവിടെ ഇരുന്നു കൊണ്ടും എന്താണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗോഡ്ലി സ്റ്റുഡൻറ്റ് ഹെ, ഈശ്വരീയ വിദ്യാർത്ഥി. ഔർ ടീച്ചർ ബി കോൻ ഹെ. ടീച്ചർ ആരാണ്? ഈശ്വരീയ വിദ്യാർത്ഥികൾ. അപ്പോൾ ടീച്ചർ ആരാണ്? സ്വയം ഭഗവാൻ. ഹമാരെ ലിയേ വിശേഷ് മിലൻ ആയേ ഹെ. നമുക്ക് വേണ്ടി വിശേഷിച്ച് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭഗവാൻ ഹംസേ മിൽനെ ആയേ ഹെ. ഭഗവാൻ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. യാ ഹം ഭഗവാൻ സേ മിൽനെ ആയേ ഹോ. അതോ നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി വന്നതാണോ? जो भी आए पहचानते तो क्या कहेंगे, बाबा के पास जा रहा है, बाबा के पास जा रहा है. और हर एक के शक्ल में मिलन की भावना कितना भी दिखाई देता है. ആര് വന്നാലും എല്ലാവരും എന്താ പറയാം? ഞാൻ ബാബയെ കാണാൻ വേണ്ടി പോവാണ്, ബാബയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ പറയാം? ബാബയെ കാണാൻ വേണ്ടി പോകണം, ബാബ മിലനത്തിന് വേണ്ടി പോകുന്നു. ഹരേക്കോ ഷകൽമേ, ഓരോരുത്തരുടെ മുഖത്തും കൂടിക്കാഴ്ചയുടെ ഭാവനയുടെ ആ ഒരു തിളക്കം കാണാൻ സാധിക്കും, സന്തോഷം കാണാൻ സാധിക്കും. സബി കി ഷകൽ മേ ബാബ് ഔർ ബച്ചോं की ഭാവന की सूरत है. ആരും ഇവിടെ ഭഗവാനെ കാണാൻ വരുന്നു എന്നല്ല, അച്ഛനെ കാണാൻ വരികയാണ്, ബാബയെ കാണാൻ വരികയാണ്, ഞാൻ ബാബയുടെ കുട്ടിയാണ്. ആ ഒരു ഭാവനയുടെ ആ രൂപത്തിലാണ് വരുന്നത്. സബി കെ ഷകൽ മേ കിतना പ്യാർ ഹെ, വഹാ ബാബ വഹാ. എല്ലാവരുടെ മുഖത്തും എത്ര സ്നേഹമാണുള്ളത്. ആഹാ കുട്ടികളെ ആഹാ. सभी के दिल यही गीत गा रहे हैं और कितना प्यार कैसे बाप बच्चे के रूप में मिलन. आज की सभा में देखो तो और कोई संबंध नहीं, बाप और बच्चा. എല്ലാവരുടെ മനസ്സിലും ഈ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. എത്ര പ്രിയപ്പെട്ടതാണ്. കൈസേ ബാബ് ബച്ചയ്ക്ക് രൂപമേ മിലൻ ഹോ. അച്ഛൻ്റെയും കുട്ടിയുടെ രൂപത്തിലുള്ള കൂടിക്കാഴ്ച ആയിക്കോട്ടെ,
आज की सभी में देखो कोई संबंध नहीं बाबा और बच्चा. ബാബ പറഞ്ഞ ഈ സഭയിൽ വേറൊരു സംബന്ധമൊന്നുമില്ല. ഇതാണ് അച്ഛൻ കുട്ടികൾ. जैसे बुजुर्ग हो चाहे कोई भी संबंधी में हो लेकिन ये स्टूडेंट के रूप में है. ഇനി ആരും ആയിക്കോട്ടെ, വയസ്സായിട്ടായിക്കോട്ടെ, എന്തായിക്കോട്ടെ, പക്ഷേ എല്ലാവരും ബാബയുടെ മുന്നിൽ സ്റ്റുഡൻറ്റിൻ്റെ രൂപത്തിലുമാണ്. സഭി കെ ബുദ്ധി में स्टूडेंट की भावना समाई हुई है. എല്ലാവരുടെ ബുദ്ധിയിലും വിദ്യാർത്ഥിയാണെന്നുള്ള ഭാവനയാണ് ഉള്ളത്. സഭി की बुद्धि में एम ऑब्जेक्ट यही है. എല്ലാവരുടെ ബുദ്ധിയിലും ലക്ഷ്യവും ഇതാണ്. അനേക ദേശ അനേക ആത്മായും लेकिन इस ब्राह्मण जीवन में सभी स्टूडेंट के रूप में है. ബാബ പറയണം എല്ലാവരുടെ ബുദ്ധിയിലും ലക്ഷ്യവും ഇത് തന്നെയാണ്. അനേക ദേശത്തിൽ അനേക ആത്മാക്കൾ ആണെങ്കിൽ പോലും ഈ ബ്രാഹ്മണ ജീവിതത്തിൽ എല്ലാവരും സ്റ്റുഡൻറ്റിൻ്റെ രൂപത്തിലാണ്. ചാഹെ ബുജർഗ് ഹേ ചാഹെ ചോട്ടാ ബച്ച ബി ഹേ. ബാബ പറയണ വൃദ്ധനായിക്കോട്ടെ ചെറിയ കുട്ടി ആയിക്കോട്ടെ, वो तो है ही बच्चा लेकिन फिर भी स्टूडेंट करने वाले सब स्टूडेंट बैठे हो. ബാബ പറയണ കുട്ടിയാണെങ്കിലും സ്റ്റഡി ചെയ്യുന്നതിൻ്റെ കാരണത്താൽ എല്ലാവരും സ്റ്റുഡൻറ്റുമാണ്. കുട്ടിയാണ്, സ്റ്റുഡൻറ്റുമാണ്, വിദ്യാർത്ഥികളുമാണ്. ആജ് ബാബാ ने यह कहा, आज बाबा ने यह कहा, आज बाबा ने अशरीरी बनने की बात सुनाई. कितनी अच्छी बातें बाबा सुना रही है. മുരളി കേൾപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ കുട്ടികൾ പറയുക? ബാബ ഇന്ന് ഇങ്ങനെ പറഞ്ഞു, ബാബ ഇത് പറഞ്ഞു, ബാബ അശരീരിയാകാനുള്ള കാര്യങ്ങളാണ് കേൾപ്പിച്ചു തന്നത്. എത്ര നല്ല കാര്യങ്ങളാണ് ബാബ കേൾപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. सभी के मन में इस समय अपना रूप भी कौन सा दिखाई दे रहा है. എല്ലാവരുടെ മനസ്സിലും ഈ സമയത്ത് തൻ്റെ രൂപവും ഏതായിട്ടാണ് കാണപ്പെടുന്നത്? വിദ്യാർത്ഥി. അത് വൃദ്ധനായിക്കോട്ടെ, ചെറിയ കുട്ടിയായിക്കോട്ടെ, ആരാണെങ്കിലായിക്കോട്ടെ. काम भी वही कर रही है. पढ़ाई, इस पढ़ाई में शक्ति कितनी भरी हुई है. കുട്ടികൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കുക, മുരളി കേൾക്കുക. ഈ പഠിപ്പിൽ എത്ര ശക്തിയാണ് നിറഞ്ഞിരിക്കുന്നത്. ദിവസവും മുരളി കേട്ടുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ആത്മാവിന് നിറയെ തിരിച്ചറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നിരാശയെല്ലാം മാറുകയാണ്, പ്രതീക്ഷകൾ ജീവിതത്തിൽ ഉണരുകയാണ്. എല്ലാ ആശകളും എല്ലാ പ്രതീക്ഷകളും എല്ലാം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയാണ്. നിരാശയെല്ലാം നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കുകയാണ്. ഈ പഠിപ്പ് ജീവിതത്തിൽ നല്ലൊരു ലക്ഷ്യവും തരികയാണ്. ജീവിതമേ മടുത്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവർക്ക് പോലും ബാബയുടെ മുരളി കേട്ടാവുമ്പോൾ ജീവിതത്തിൽ ഉണർവും ഉത്സാഹവും വരും, ലക്ഷ്യബോധം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നു. എത്ര ശക്തിയാണ് കിട്ടുന്നത് ബാബയുടെ മുരളിയിൽ. ഹേ കിത്തനെ സാധാരണ ലേക്കിൻ പഠായി ദ്വാര ക്യാ ബൻ രഹി ഹെ. എത്ര സാധാരണക്കാരാണ് ബാബയുടെ കുട്ടികൾ. പക്ഷേ ഈ പഠിപ്പിലൂടെ എല്ലാവരും എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ഈ ലോകത്തിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പോസ്റ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവതാ പോസ്റ്റ്, വിശ്വമഹാരാജാവ്. कोई से भी पूछेंगे आज क्या पढ़ने आई है तो सब कहेंगे हम मनुष्य से देवता बन रही है. ആരോട് ചോദിച്ചോളും എന്താ പഠിക്കാൻ വന്നിരിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ കിത്തനെ പ്യാർ സേ പഠായി പഠിത്തേ ഹേ. അതും എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് ഈ പഠിപ്പ് പഠിക്കുന്നത്. ഹർ ഏക് ഐസേ രുചി സേ പഠ് രഹി ഹേ. ഓരോരുത്തരും ഇങ്ങനെ രുചിയോടുകൂടി ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. लेकिन अगर दूसरी बात बीच में आ गई तो मुख्य बात जो चल रही है वो तो मिस हो जाएंगे ना. അപ്പോൾ ഓരോരോ കാര്യങ്ങളും ബാബ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പുതിയ പുതിയ കാര്യങ്ങൾ കേട്ട് മുരളി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ മറന്നുപോകും. लेकिन देखा गया मेजॉरिटी मिक्स तो होता है सब में, लेकिन आए सब पढ़ने के लिए स्टूडेंट रूम में. और देखा गया कि जब सभी स्टडी करने के रूम में आते हैं तो इनकी शक्ल में ही लगता है.
ബാബ പറയണം ഇനി ചിലപ്പോൾ മുരളി ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, ചിലപ്പോൾ മിസ്സൊക്കെ ആവും, മുരളിയൊക്കെ മിസ്സാവാറുണ്ട്. അപ്പോൾ ഡെയിലി ക്ലാസ് കേൾക്കുന്നവരും, മധുബനിലെത്തുക എന്ന് പറയുമ്പോൾ ഡെയിലി ക്ലാസ് കേൾക്കുന്നവരും എപ്പോഴെങ്കിലും ക്ലാസ് കേൾക്കുന്നവരാണെങ്കിലും ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് കേൾക്കുന്നവരും എല്ലാവരും ഉണ്ടായിരിക്കും. स्टूडेंट रूम में और देखा गया कि जब सभी स्टडी करने के रूम में आते हैं तो इनके शक्ल से ही लगता है ये कोई बहुत पढ़ाई में बिजी है और इन्हें को पढ़ाने वाला कौन है. അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാലും എല്ലാവരും മുരളി ഇൻട്രസ്റ്റോടുകൂടി കേൾക്കുകയാണ്, വളരെ ലഹരിയോടുകൂടി ആനന്ദത്തോടുകൂടി കേൾക്കുമ്പോൾ മറ്റുള്ളവരിങ്ങനെ വിചാരിക്കും, അയ്യോ ഇവർ പഠിത്തത്തിൽ ഭയങ്കര ബിസിയാണല്ലോ, ക്ലാസ് കേൾക്കുന്നതിൽ ഭയങ്കര ബിസിയാണല്ലോ, ഇവരാരാ പഠിപ്പിക്കുന്നത്, ഇങ്ങനെ അവർ ചിന്തിക്കും. वो अगर ध्यान में रहे तब तो बेड़ा पार हो गया. परमात्मा पढ़ाने वाला है. ये कभी सुना है क्या कि परमात्मा पढ़ाते भी है. വളരെ ശ്രദ്ധയോടുകൂടി മുരളി കേൾക്കുകയാണെങ്കിൽ അക്കരയിലെത്തും. പരമാത്മാവ് പഠിപ്പിക്കുകയാണ്. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? परमात्मा वന്ന് പഠിപ്പിക്കുക. कि परमात्मा पढ़ाते भी हैं लेकिन इस पढ़ाई में मेजॉरिटी सब पास हो जाते हैं क्यों? ये हम का जो टीचर है ऐसी विधि से पढ़ाता है, जो सुना वो जैसे चपाई हो रही है, भूलता नहीं है, सब खुशी खुशी से पढ़ रही है. ബാബ പറയണം ഈ പഠിപ്പിൽ മെജോറിറ്റി പാസ് ഹോ ജാത്തെ ഹെ ക്യോം? എന്തുകൊണ്ടാണ് എല്ലാവരും പാസ്സാകുന്നത്? മെജോറിറ്റി ഇവിടുത്തെ ടീച്ചർ വിധിപൂർവമാണ് പഠിപ്പിക്കുന്നത്. എന്ത് കേൾപ്പിച്ചോ അത് അച്ചടിച്ചതുപോലെയാണ്, മറന്നു പോവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മുരളിയിൽ ബാബ പല പല കാര്യങ്ങൾ പറയും, പക്ഷേ കുട്ടികളെപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ ആരെടുത്ത് ഒരു കാര്യം ചോദിച്ചാലും അവരിങ്ങനെ ബാബ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മൊത്തം പറഞ്ഞു തരും. ഇങ്ങനെ ബാബ വന്നിരിക്കുന്നത് നമ്മൾ ആത്മാവാണെന്ന് പഠിപ്പിക്കാനാണ്, തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്, 84 ജന്മങ്ങളുടെ കഥ, ഇതൊക്കെ പറയാൻ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും. പഠിപ്പിൻ്റെ രഹസ്യം എല്ലാവരും എത്ര വേണമെങ്കിലും ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ മുരളിയെക്കുറിച്ച് ചോദിച്ച് എല്ലാവരും പറഞ്ഞു തരും. സബ് ഖുഷി ഖുഷി സേ, എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. अभी भी तो देख रही है ना, बहुत थोड़े है जो कोई ना कोई पर सर्कमस्टांस अनुसार आए पढ़ने के लिए, लेकिन कहाँ पढ़ाई के बजाय और कोई सब्जेक्ट में अटेंशन चला जाता है. सबको विशेष जो होमवर्क दिया गया है, कई तो अभी भी उसकी तरफ अटेंशन दे रहा है, वो भी अब भी वही याद कर रही है. पढ़ाई से प्यार है, ലാസ്റ്റ് ടൈം തക്ക് ബി പഠായി മേ അറ്റൻഷൻ ഹെ. ഓരോരുത്തരും ഓരോരോ പരിതസ്ഥിതി നിന്നാണ് പഠിക്കാൻ വരുന്നത്. ബാബ പറയാണ് പഠിപ്പിൽ വളരെ നല്ല രീതിയിൽ അറ്റൻഷൻ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും വിശേഷിച്ച് ഹോംവർക്കും ബാബ തരുന്നുണ്ട്, അതിൽ നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. പഠിപ്പിനോട് വളരെയധികം സ്നേഹമാണ് കുട്ടികൾക്ക്, മുരളിയോട് ഭയങ്കര സ്നേഹമാണ്. ലാസ്റ്റ് വരയ്ക്കും, അവസാനം വരയ്ക്കും ഈ പഠിപ്പിൽ അറ്റൻഷൻ കൊടുക്കണം, മുരളിയിൽ അറ്റൻഷൻ കൊടുക്കണം. ഐസെ സ്റ്റുഡൻറ്റ് ഹാൾ മേ പൗനെ സെ ബി ജാതാ ഹെ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുന്ന കുട്ടികൾ ഈ സ്റ്റുഡൻറ്റിൽ 3/4 ഇപ്പം നല്ല പഠിക്കുന്ന കുട്ടികളാണ്. ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. इस क्लास में बैठे हुए स्टूडेंट की विशेषता है और कमाल यही है कि पढ़ाई तरफ अटेंशन देने वाला है. അന്ന് മുഴുവൻ ഹാളിൽ ഇരിക്കുന്ന കുട്ടികളെക്കുറിച്ച് ബാബ പറയാണ്, കുട്ടികൾ നല്ല ക്ലാസ്സിലിരിക്കുന്നുണ്ട്. വിശേഷത എന്താ വെച്ചാൽ അത്ഭുതകരമാണ്, ഈ പഠിപ്പിൽ കുട്ടികൾ നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുക്കുന്നവരാണ്. തോ ആപ് കോൻ ഹോ? ബാബ ചോദിച്ചു, ആരാണ് നിങ്ങൾ? तो हर एक खुद जानते हो. ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത്. लेकिन देखा गए तो सभी के स्टूडेंट जो हाजिर है उनमें मेजोरिटी पढ़ने के शौकीन है. അപ്പോൾ ബാബയുടെ ഈശ്വരി വിദ്യാർത്ഥികളെല്ലാവരും മെജോറിറ്റി ഹാജരാണ്, എല്ലാവർക്കും പഠിക്കാനുള്ള ലഹരിയാണ് ഉള്ളത്.
ഏ देख करके ബാബ भी ബാബയ്ക്കും കുട്ടികളുടെ പഠിപ്പിനോടുള്ള ഇൻട്രസ്റ്റ് കണ്ടിട്ട് വളരെയധികം നല്ലത് തോന്നുകയാണ്. നല്ല രീതിയിൽ പഠിപ്പിൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ റിസൾട്ട് അച്ചി ഹേ, ഈ റിസൾട്ട് വളരെ നല്ലതാണ്. അബി ഇസ്കോ ആകെ പഠാന ഹേ, ഇനിയും അത് മുന്നോട്ട് അതുപോലെ കൊണ്ടുപോകണം. പഠിപ്പിനോടുള്ള ലഹരി കൂട്ടണം. പഠായി में അറ്റൻഷൻ ദേനെ വാലെ അച്ചേ ഹേ, പഠിപ്പിൽ നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. तो जैसे आज की रिजल्ट में पढ़ाई वाला ज़्यादा है और अपनी पढ़ाई शौक से पढ़ रही है. ഇന്നത്തെ റിസൾട്ടിൽ പഠിപ്പിക്കുന്നവർ കൂടുതലാണ്. അതുപോലെ പഠിപ്പിനോടും വളരെയധികം ലഹരിയോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നിറയെ പേര് വന്നിട്ടുണ്ട് ബാബയെ കാണാനെന്ന്. तो देखा गया पढ़ाई पढ़ने वाले भी रुचि वाले ടീച്ചർ ബി പഠാനെ വാലെ ഷോക്കിൻ അച്ഛ ഹെ. അപ്പോൾ പഠിപ്പ് പഠിക്കുന്നവരും വളരെ ഇൻട്രസ്റ്റ് ഉള്ളവർ, ടീച്ചേഴ്സും പഠിപ്പിക്കുന്നതിൽ വളരെ ലഹരിയുള്ളവരാണ്. वो भी हमेशा समझते हैं कि स्टूडेंट ज़्यादा किसी कारण से फेल ना हो, कम मार्क्स ना लेवे. यहाँ तो सबने पढ़ाई का फल ले लिया है. സാധാരണ സ്കൂളിൽ ടീച്ചർ കുട്ടികളെ വളരെയധികം കെയർ ചെയ്യാറുണ്ടാവുമല്ലോ, നന്നായിട്ട് പഠിപ്പിച്ച് അവർക്ക് മാർക്ക് കുറയാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ടല്ലോ. ഇവിടെയും എല്ലാവരും പഠിപ്പിൻ്റെ ഫലം എടുക്കുന്നുണ്ട്. മുരളി എല്ലാവരും കേൾക്കുന്നുണ്ട്. സബൈ പഠായി കാ ഫൽ ലേനെ വാല ഹെ, എല്ലാവരും പഠിപ്പിൻ്റെ ഫലം എടുക്കുന്നവരാണ്. ഇസ്ലിയെ അഭി തക് ബൈഠെ ഹെ, നഹീ തോ ആധാ ക്ലാസ് തോ ചലാ ജാതാ ഹെ. ഇപ്പോഴും അഭി തക് ബൈഠെ ഹെ, ബാബ പറയണേ മുരളി കേൾക്കാൻ ഇപ്പോഴും കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തായിരിക്കും, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോകുമായിരുന്നല്ലോ. ബാബ പറഞ്ഞ ഇവിടെ ഇൻട്രസ്റ്റ് ആണ് കാരണം. പഠായി മേ രുചി ഹേ തോ പഠായി ചോടന ബഹുത്ത് പൂരാ ലഗ്താ ഹെ. പഠിപ്പിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിപ്പ് വിടുക എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ലേക്കിൻ ദേഖാ ഗയാ ഫിർ ഭി റിസൾട്ട് മേ ഏ ജോ ക്ലാസ് ആയാ ഇസ്മേ റിസൾട്ട് അനുസാർ രുചി ഹേ പഠായി മേ. അപ്പോൾ ബാബയുടെ കുട്ടികളിൽ ബാബ റിസൾട്ട് നോക്കിയപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും പഠിപ്പിനോട് വളരെ ഇൻട്രസ്റ്റ് ആണ്. കൈയടിക്കൂ എന്ന് എല്ലാവരോടും ബാബ പറഞ്ഞു. പഠായിക്ക് തറഫ് അറ്റൻഷൻ ഹേ, എല്ലാവർക്കും പഠിപ്പിനോട് അറ്റൻഷനുണ്ട്. ഇസ്കി ബദായി ക്യോംകി ഹേ തോ സ്റ്റുഡൻറ്റ്, എല്ലാവരും വിദ്യാർത്ഥികളാണ്. ബാബ എല്ലാവർക്കും ആശംസകൾ നൽകി. സ്റ്റുഡൻറ്റ് ഔർ പഠായി മേ രുചി നാ ഹോ തോ ഏ നഹി ശോഭത. ഇനി വിദ്യാർത്ഥിയാണ് എന്നാൽ പഠിപ്പിനോട് ഇൻട്രസ്റ്റും ഇല്ല, അതൊരു നല്ല കാര്യമല്ല. ഇസ്ലിയെ കഹാ कि सभी स्टूडेंट पढ़ाई तरफ अटेंशन देने वाला है. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പഠിപ്പിൽ അറ്റൻഷൻ കൊടുക്കുന്നവരാണ്. ജോ ജിത്തനെ ഹി ഉസ്കി അനുസർ റിസൾട്ട് അച്ചി ഹെ, ആര് എങ്ങനെയാണോ അതനുസരിച്ച് അവരുടെ റിസൾട്ടും അതിൻ്റെ റിസൾട്ടും നല്ലത് തന്നെയാണ്. ഇസ്ലിയെ ഇസ് ക്ലാസ് കോ ഫിർ ഭി കഹെങ്കെ പാസ്. അതുകൊണ്ട് അന്ന് ബാബയെ കാണാൻ വന്ന കുട്ടികൾ എല്ലാവരും ഈ പഠിപ്പിൻ്റെ കാര്യത്തിൽ പാസ്സാണ്. അവർ സബിക്ക് ഷക്കൽ തേക്കോ, എല്ലാവരുടെയും മുഖങ്ങൾ നോക്കൂ, എല്ലാവരും പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കുന്നത്. ഹമേഷ ജോ ബി കരോ ടൈം തോ ദേത്തെ ഹെ നാ, ചാഹെ घंटे का चाहे आधा घंटा है, लेकिन टाइम तो देता है ना. അപ്പം എല്ലാവരും സമയം പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ചിലർ 1 മണിക്കൂർ കൊടുക്കാറുണ്ട് മുരളി കേൾക്കാൻ, ചിലർ അരമണിക്കൂർ മുരളി കേൾക്കുന്നുണ്ട്. എന്നാലും സമയം മുരളി കേൾക്കാൻ കൊടുക്കുന്നുണ്ടല്ലോ. തോ ടൈം കാ വാല്യൂ ഹേ, സമയത്തിനും വാല്യൂ കൊടുക്കുന്നുണ്ട്. इसलिए आपकी नेचर है जो काम करते होंगे ना वो पूरा लगा कर ही करते होंगे. അതുകൊണ്ട് എല്ലാവരുടെയും സ്വഭാവം ഇതാണ്, എന്ത് കാര്യം ചെയ്യുന്നു അത് പൂർണ്ണമായും ഇൻട്രസ്റ്റോടു കൂടി മുഴുകി ചെയ്യുന്നുണ്ട്. भले कहेंगे आज की हम रेगुलर हुए हैं, लेकिन हुए तो सही है ना, रेगुलर की लिस्ट में आए तो सही है ना, एक दिन भी आए, लेकिन यही नहीं सीखना है तो एक दिन भी चलेगा. वो तो देखते हैं तो सभी खुश होता है. ज़्यादा रिजल्ट दे करके खुश होता है कि हम भी पास में आ गए हैं.
അപ്പോൾ മധുബനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ 5 ദിവസം ഇരിക്കുന്നതെങ്കിൽ 5 ദിവസം റെഗുലറായിട്ട് മുരളി കേൾക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ചിലപ്പോൾ വീടുകളിലേക്ക് ഇരിക്കുന്നവർക്കാണെങ്കിൽ ഡെയിലി പോകാൻ കഴിയില്ല. അപ്പോൾ ചിലർ എന്നും പോകുന്നവരുണ്ട്, ചിലർ ആഴ്ചയിൽ 2 ദിവസം പോകുന്നവരുണ്ട്. പക്ഷെ മധുബനിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ കുളിച്ച് റെഡിയായി എല്ലാവരും മുരളി കേൾക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അന്ന് അവിടെ ഇരിക്കുമ്പോഴെങ്കിലും കുട്ടികൾ റെഗുലറായിട്ട് മുരളി കേൾക്കാൻ വരുന്നുണ്ടല്ലോ എന്ന് ബാബ പറയണം. लेकिन यह नहीं सीखना है एक दिन भी चलेगा, वो तो देखते हैं सभी खुश होता है, ज़्यादा റിസൾട്ട് देख करके खुश होता है. സന്തോഷം, റിസൾട്ട് എല്ലാവരുടെയും കണ്ടിട്ട് സന്തോഷമാണുള്ളത്. ഞങ്ങൾ പാസ്സായല്ലോ എന്നുള്ള സന്തോഷം കുട്ടികൾക്ക് ഉണ്ട്. മുരളി കേൾക്കുന്നുണ്ടല്ലോ സന്തോഷം, ആ സന്തോഷം കുട്ടികൾക്കുണ്ട്. ഇസേ സബി സംജി ആകെ ഹോക. അപ്പോൾ മുരളി കേൾക്കുന്ന സമയത്ത് വിവേകം ഉണരുകയാണ്. बाकी अटेंशन देना हमारा फ़र्ज है, क्योंकि देखो टीचर भी मेहनत तो करते हैं ना. ടീച്ചേഴ്സും സ്റ്റുഡൻസിനെ മുരളി കേൾക്കാൻ വേണ്ടിയിട്ട് ഡെയിലി കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ടല്ലോ. तो टीचर्स या स्टूडेंट्स दोनों के ज़्यादा पास होने की मुबारक हो. അപ്പോൾ സെൻറ്റർ ഇൻചാർജ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ രണ്ടുപേരും പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെഗുലർ സ്റ്റുഡൻസിൻ്റെ പേരിൽ പാസ്സായി, ഈശ്വരി വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ എല്ലാവരും പാസ്സായി. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ എന്ന് ബാബ പറയണം. അബി കബി ബി കോയി ബി പേപ്പർ ഹേ തോ ഉസ്മേ ഫെയിൽ നഹി ഹോനാ ഹേ. ഈ മുരളി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പരീക്ഷകളൊക്കെ വരും. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും തോറ്റു പോകരുത്. ये जो आपको सबका सिखाया वो यह सिखाया, आज आप पास हो गए तो शक्लें देखो, और जो फेल हुए वो जैसे कांधा नीचे कर लेता है, नेचुरल हो रहा है. പാസ്സായാൽ എന്തായിരിക്കും? മുഖത്ത് നല്ല തിളക്കം ഉണ്ടാകും, തല ഉയർത്തിപ്പിടിക്കാൻ പറ്റും. തോറ്റുപോയാലോ തല ഉയർത്തിപ്പിടിക്കാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും? മുഖം താഴ്ത്തി വെക്കേണ്ടി വരും. അത് സ്വാഭാവികമാണല്ലോ. कितना भी चाहे तो भी कांधे नीचे हो जाता है. തോറ്റുപോയി കഴിഞ്ഞാൽ തല ഇങ്ങനെ താഴേക്കാക്കേണ്ടി വരും. तो जब भी पेपर देने बैठे तो सदा यह दिन याद रखना कि पास होना ही है. അതുകൊണ്ട് റെഗുലറായിട്ട് മുരളി കേൾക്കണം. മുരളി കേൾക്കാൻ എന്തെങ്കിലും പരീക്ഷ വന്നാൽ തോറ്റു കൊടുക്കരുത്, ജയിക്കണം. ഇന്നത്തെ ദിവസം ഓർമ്മിക്കണം. ബാബ ഇന്ന് റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾ പാസ്സായി എന്ന് പറഞ്ഞല്ലോ, അത് ഓർമ്മിക്കണം. ടോട്ടൽ റിസൾട്ട് ബി ദേഖ് ഗയി ഹേ तो हिसाब से भी अच्छी റിസൾട്ട് ഹേ. ബാബ പറഞ്ഞ് കുട്ടികളുടെ റിസൾട്ടിൽ ഞാൻ കണ്ടു, നല്ല റിസൾട്ടാണ്. കബി ബി ജബ് ബി പേപ്പർ ദേനെ ബൈഠെ ഹേ तो हमेशा ये ध्यान रखना है कि फेल कभी नहीं होना है. അപ്പോൾ എപ്പോഴെങ്കിലും പരീക്ഷകൾ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണം, തോറ്റു പോകരുത്. മുരളി ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം, തോറ്റു പോകരുത്. ഫെയിൽ ഹോന മാന ഫീൽ കർണേ വാല. തോറ്റു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽ ചെയ്യാം. सारा साल आपको याद रहेगा कि मैं फेल हुआ, इसलिए कायदा अनुसार तो बदली हो जाएगा. സാധാരണ സ്കൂളിൽ അങ്ങനെയല്ല. ഒരു വർഷം തോറ്റുപോയി കഴിഞ്ഞാൽ ആ ഒരു വർഷം മുഴുവൻ കുട്ടിക്ക് തോറ്റുപോയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. लेकिन ये संकल्प कभी भी नहीं रखना कि जो हुआ सो अच्छा, कभी फेल कभी पास तो होंगे ही. हमेशा पास तो नहीं होगा, लेकिन एक शिक्षा तो सबको मिली है. जो पास हुए इसमें वो कितने हैं और कितने निकले, वो हाथ तुड़ावो जो पास हुआ. അപ്പോൾ മാക്സിമം നമ്മൾ മുരളി മുടക്കാതെ പോകണം. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ മുരളി മിസ്സാകാറുണ്ട്. അത് നാച്ചുറലാണ്. ഇടയ്ക്ക് തോറ്റുപോകുക, ഇടയ്ക്ക് ജയിക്കുക എന്നുള്ളത് അത് നാച്ചുറലാണ്. ബാബ പറയണ എല്ലായ്പ്പോഴും എല്ലാവർക്കും പാസ്സാകാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ഈ പഠിപ്പ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പാസ്സാകുക തന്നെ വേണം. മുരളി ഒരിക്കലും മുടക്കാതെ ഇരിക്കണം എന്ന് പറയണം ബാബ. വോ ഹാത്തുടാവോ ജോ പാസ് ഹുയേ ഹേ. ആരാണോ പാസ്സായത് അവർ കൈ ഉയർത്തു.
हाथ उड़ाने वाले कम है. കൈ പൊക്കുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. सभी के हिसाब से कम है. हमेशा जब भी पढ़ाई पढ़ते हैं ना, उसमें यह भी लक्ष्य हो कि मुझे पास होके ही दिखाना है. അപ്പോൾ മുരളി പഠിക്കുന്ന സമയത്ത് ഈ ഒരു ലക്ഷ്യം നമ്മൾ വെക്കണം, എനിക്ക് പാസ്സായി കാണിക്കുക തന്നെ വേണം. अभी तक जो भी आप लोग बैठे हैं, पढ़ाई से लेकर अब तक जितना भी दर्ज पढ़े उसमें समझो अभी 8वीं का चल रहा है. तो आप कितने पास हुए हैं? एत्र पेर पास आई पहले से लेकर अब तक जितने की दर्ज है, तो आप कितने पास हुए हैं? पास कितने होना चाहिए? चलो फुल पास नहीं तो थोड़ा कम, 1-2 को मार्क्स कम हुआ तो ठीक है, लेकिन अगर ज़्यादा मार्क्स में फेल हुआ तो ठीक नहीं है. ബാബ പറയണ എന്തായാലും മുഴുവൻ മാർക്ക് ആർക്കും വാങ്ങിക്കാൻ പറ്റില്ല. 1-2 മാർക്ക് കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അഥവാ കൂടുതൽ മാർക്ക് കുറഞ്ഞാൽ അത് ശരിയല്ല എന്ന് ബാബ പറയണം. इसलिए अभी ऐसे एम क्या रखेंगे? അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം എന്ത് വെക്കും? फेल हुआ तो भी एक भी बात है क्या? आप में से भी कोई समझते हैं कि 1-2 मार्क्स से पास हुआ तो राइट है, या यह भी चलता है? लक्ष्य ये रखो कि एक भी क्लास मिस नहीं हो, क्योंकि स्टूडेंट की सदा एम यही रहता है कि मैं पास हो जाऊँ. അപ്പോൾ ഈ ലക്ഷ്യം എപ്പോഴും വെക്കണമെന്ന് ബാബ പറയണ. ഒരിക്കലും നിങ്ങൾ ക്ലാസ് മിസ്സാക്കരുത്, മുരളി മിസ്സാക്കരുത്, പാസ്സാകണം. കാരണം സ്റ്റുഡൻറ്റ് സദാ എയിം യഹി रहता है. എപ്പോഴും വിദ്യാർത്ഥിക്ക് ഈ ഒരു ലക്ഷ്യമായിരിക്കും ഉണ്ടാകുക, അതായത് എനിക്ക് പാസ്സാകണം. കോശിഷ് കരുങ്ക നഹി ഹോ ജാവും. നോക്കാം, പറ്റും പോലെയൊക്കെ മുരളി കേൾക്കാം. അല്ല, ബാബ പറയണ എനിക്ക് പാസ്സാകണം. മുരളി ഒരിക്കലും മുടങ്ങാതെ കേൾക്കണം. ആദ്യകാലങ്ങളിലൊക്കെ നെറ്റിലൂടെയൊന്നും മുരളി കിട്ടില്ലല്ലോ. ഇന്നപ്പോൾ ഓൺലൈനിലായതുകൊണ്ട് എല്ലാവർക്കും അതിനുള്ള സാഹചര്യമുണ്ട്. പണ്ട് കാലങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ മുരളി കേൾക്കുന്നതിൻ്റെ ആ സമയത്ത് അന്ന് മലയാളം മുരളികൾ പോലും അച്ചടിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പം സെൻറ്ററിൽ വന്നാലേ മുരളി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസത്തെ മുരളി ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് വന്ന് നമുക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ മുരളിയുടെ ടൈമിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കേൾക്കാം എന്നാണ്. അത് കഴിഞ്ഞ് ആ മുരളി പിന്നെ നമുക്ക് കിട്ടില്ല. എന്നൊക്കെയാണെങ്കിലും മുരളി മലയാളം പ്രിൻ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നെറ്റിലും കുറേ മുരളികൾ ഏത് സമയത്ത് വേണമെങ്കിലും മുരളികൾ നമുക്ക് എടുക്കാൻ പറ്റും. അന്ന് കാലത്ത് അങ്ങനെയല്ല. അപ്പോൾ ബാബ പറയണം, അപ്പോൾ ഇന്ന് എല്ലാവർക്കും അതിനുള്ള സാഹചര്യമുണ്ട്. ഒരു ദിവസം പോലും മുരളി മിസ്സാക്കാതെ നോക്കാൻ പറ്റും ഇന്ന്. पास तो हो गया, लेकिन पास ना के बराबर हुई. 1-2 नंबर सो 8 पास जिसको कहता है वो है. അപ്പോൾ എല്ലാവരും പാസ്സായി. पास ना के बराबर की हुए, 1-2 नंबर से या ठीक पास जिसको कहते हैं वो हुए. तो हमेशा ये ध्यान रखो, किसी भी बात में पास माना पास. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും ഈ ശ്രദ്ധ കൊണ്ടുവരണം. പാസ്സാകണം, പാസ്സാകണം. ഫെയിൽ കാ നമ്പർ ആവേ ഏ അച്ഛാ നഹി, തോറ്റുപോകുക അതൊരിക്കലും നല്ല കാര്യമല്ല. ज़रूर कोई ऐसी आदत होंगी जिसमें बिजी रहते होंगे, फिर भी कितने लोग बैठे हुए यहाँ हैं जो पास हुए वो हाथ उठाओ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണത്തിൽ ബിസി ആവാം, എന്നാലും ഇവിടെ എത്ര പേരായി ഇരിക്കുന്നത്? എല്ലാവരും പാസ്സായി. മുരളി കേൾക്കാൻ എല്ലാവരും വന്നു. കൈ ഉയർത്തു. പാസ്സായവർ അച്ഛേ ഹേ ഏ ആകെ ആകെ ഹി ബൈട്ട് ഹേ പാസ് വാലേ. അപ്പം മുന്നിലും എല്ലാവരും പാസ്സായിട്ടുള്ളവർ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അച്ഛാ ഹേ ജബ് പാസ് മേ ഹാത്ത് ഉടാ ഹേ തോ നഷ കിത്തന ചढ़ता है. പാസ്സായവർ കൈ പൊക്കൂ എന്ന് പറയുമ്പോൾ എത്ര ലഹരിയോട് കൂടിയിട്ടാണ് കൈ ഉയർത്തുന്നത് കുട്ടികൾ. അപ്പോൾ ബാബ എന്താണ് പറഞ്ഞത്? മുരളി ഒരിക്കലും മുടക്കരുതെന്നാണ് പറഞ്ഞത്. മുരളി മിസ്സാക്കരുതെന്ന് പറയണം. പാസ്സാകണം ആ കാര്യത്തിൽ. കാരണം മുരളിയാണ്
ബ്രാഹ്മണൻ്റെ ശ്വാസം. നമുക്ക് എങ്ങനെയുള്ള പരീക്ഷ വന്നാലും ബാബ അതിൽ മുരളിയിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്തായാലും നമുക്ക് തരും. ഒരു 10-50 പേര് മുരളി കേൾക്കുകയാണെങ്കിൽ ആ 50 പേർക്കും എന്താണോ പരീക്ഷയ്ക്കുള്ള ആൻസർ ആയിരിക്കും ബാബ നമുക്ക്. അവരുടെ ജീവിതത്തിൽ എന്ത് പരിതസ്ഥിതിയാണോ ഉള്ളത്, ഏത് പരീക്ഷയാണോ വന്നിരിക്കുന്നത്, ആ പരീക്ഷയെ ജയിക്കാനുള്ള യുക്തി ബാബ അന്നത്തെ മുരളിയിൽ ഈ 50 പേർക്കും കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് ബാബ ഒരിക്കലും മുരളി മിസ്സാക്കരുതെന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ ഈ മുരളി കേൾക്കുന്ന കാര്യത്തിൽ എല്ലാവരും പാസ്സാകണം എന്നാണ് ബാബ ഓർമ്മപ്പെടുത്തി തരുന്നത്. ഓം ശാന്തി.